ശ്രീമതി വിമലദാസിന്റെ അടുത്ത നോവലിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. അതൊരു അത്യുഗ്രൻ നോവലായിരിക്കുമെന്ന് അതിന്റെ പ്രസാധകർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവസാന നിമിഷം നോവലിന് എന്തോ മാറ്റം വരുത്താൻ വിമലദാസ് തീരുമാനിച്ചെന്നോ, അപ്പോൾ പ്രസിൽ കയറ്റിയ ഗ്രന്ഥം വീണ്ടും വിമലാജിയുടെ എഴുത്തുമുറിയിലേക്ക് മടങ്ങിയെന്നോ അങ്ങനെ എന്തൊക്കെയോ കേട്ടു. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? നിങ്ങളും ഏകലവ്യ പബ്ലിഷേഴ്സും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? കേട്ടത് ശരിയാണ്. പക്ഷേ അത് ഞാനും പബ്ലിഷറും തമ്മിലുള്ള പ്രശ്നമല്ല. ഇത് ഞാനും തമ്മിലുള്ള പ്രശ്നമാണ്. ഞാനും തമ്മിലുള്ള പ്രശ്നം? വെരി ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. എന്താണത്? ഞാൻ ആക്ച്വലി ആ നോവല് പൂർത്തിയാക്കി പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. എന്താ അവരത് പ്രിന്റ് ചെയ്തില്ലേ? ഹേ അല്ല, ഞാനത് തിരികെ വാങ്ങിച്ചു. അതെന്താ, അവരുടെ പ്രിന്റിംഗ് കൊള്ളില്ലേ? അതോ അവര് ചോദിച്ച പൈസ തരില്ലെന്ന് പറഞ്ഞു? എനിക്കങ്ങനെ കാശിനോട് വലിയ മോഹമൊന്നുമില്ല. എന്താ അവർ തരുന്നോ അത് വാങ്ങും. കാര്യം അതൊന്നുമല്ല, എന്റെ ആ നോവലിന്റെ ഹീറോയിൻ മാറി. അവളൊരു ഹീറോ ആയി. നായകനായിരുന്നു? അതെ. എന്റെ മനസ്സിൽ ആ കഥാപാത്രത്തിനൊരു ലിംഗമാറ്റം സംഭവിച്ചു. അപ്പൊ തന്നെ ആ നോവൽ തിരികെ വാങ്ങി അതൊന്നാകെ അഴിച്ചു പണിയാൻ തുടങ്ങി. ഒരു പുനർസൃഷ്ടി എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്നോളം ഒരു നോവലിസ്റ്റും ഇങ്ങനെ ഒരു പുനർസൃഷ്ടി ചെയ്തതായിട്ട് എനിക്കറിയില്ല. ലോക ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ കഥാപാത്രത്തെ അടിസ്ഥാനമാക്കി ചെയ്ത ഒരു നോവൽ പിന്നീട് ഒരു പുരുഷനെ അടിസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളത്. അപ്പൊ ഈ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയെല്ലാം മാറില്ലേ? തീർച്ചയായും. പക്ഷെ സംഭവങ്ങൾ മാറില്ല. സത്യത്തിൽ എന്റെ നായകൻ ഒരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പറയാനാവില്ല. അപ്പോ ഒരു ശിഖണ്ഡിയാണോ നിങ്ങളുടെ പുതിയ നോവലിന്റെ മുഖ്യ കഥാപാത്രം? അല്ല, ശിഖണ്ഡിയല്ല. പക്ഷെ ആണിന്റെ ശരീരവും പെണ്ണിന്റെ മനസ്സുമുള്ള ഒരു വിചിത്ര മനുഷ്യൻ. പുറത്ത് പുരുഷന്റെ ടഫ്നെസ്, അകത്ത് ഒരു സ്ത്രീയുടെ ആർദ്രത, വിധേയത്വം, അപകർഷതാബോധം, നാണം എല്ലാം ഉണ്ട്. ഒരു പുരുഷനായി പോയതുകൊണ്ട് അതൊന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ അയാളൊരു ഒന്നൊന്നര പുരുഷനാണ്. പക്ഷേ ഉള്ളിൽ സ്നേഹത്തിനായി കൊതിക്കുന്ന ഒരു വേഴാമ്പലാണ്. നോക്കൂ, എത്ര വിചിത്രമാണത്. പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ മനസ്സും ഉള്ള ഒരാൾ. അങ്ങനെ ഒരാളെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ടോ? കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാ കണ്ടിട്ടുണ്ട്. ആരെയും അനുസരിപ്പിക്കുന്ന തീക്ഷ്ണശക്തിയും അടിമയെ പോലെ ആരെയും അനുസരിക്കാനുള്ള വിധേയത്വമുള്ള ഒരാൾ. അയാളുടെ മനസ്സിന്റെ ഭ്രമാത്മകത അയാളെ ഒരു സാമൂഹ്യ ദ്രോഹിയും ക്രൂരനായ ഒരു കൊലയാളിയുമാക്കി മാറ്റുന്നു. ഇതാണ് നോവലിന്റെ ഇതിവൃത്തം. അപ്പോ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് താങ്കളുടെ നോവലിലെ കഥാപാത്രം. സത്യത്തിൽ അയാൾ ആരാണ്? ഒന്ന് വിശദീകരിക്കാം. നോനോ, ഇപ്പൊ ഞാനത് പറയില്ല. എങ്കിൽ തീർന്നു. അപ്പോ നോവൽ പുറത്തിറങ്ങിയ ശേഷം അത് പറയുമല്ലേ? ചിലപ്പോ അപ്പോ തോന്നിയ. ഈ നോവലിന്റെ കഥാപാത്രം ഇതിന്റെ അവസാനം ആത്മഹത്യ ചെയ്യണല്ലേ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഭൗതിയുടെ മിക്ക കഥകളിലും നായകനോ നായികയോ അവസാനം ആത്മഹത്യ ചെയ്യണല്ലോ. വിമലദാസിന് ഒരു ആത്മഹത്യാ വാസന ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇടയ്ക്കൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയില്ലേ? ശരിയാണ്. എനിക്ക് ആത്മഹത്യയോടൊരു അടുപ്പമുണ്ട്. എന്റെ അമ്മ ആത്മഹത്യ ചെയ്ത ആളാണ്. എന്റെ ഒരു അമ്മാവനും സൂയിസൈഡ് ചെയ്യായിരുന്നു. സോ ഞങ്ങളുടെ രക്തത്തിലുണ്ട് ഈ ആത്മഹത്യാ വാസന. വളരെ മനോഹരമായൊരു കവിത വായിച്ച അതിന്റെ രസത്തിൽ ഒന്ന് ആത്മഹത്യ ചെയ്താൽ എന്താന്ന് എനിക്ക് തോന്നാറുണ്ട്. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കണ്ടാലും എനിക്കവിടെ മരിച്ചു വീഴാൻ തോന്നും. അപ്പോ വിമലയുടെ നോവലിലെ ഈ ആണും പെണ്ണുമില്ലാത്ത കഥാപാത്രം അവസാനം ആത്മഹത്യ ചെയ്യും? ഇല്ല, പക്ഷേ ഞാൻ അയാളെ കൊല്ലും.